ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഡോനറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും നമുക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ അപ്പോൾ ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇളം ചൂട് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം കേട്ടോ. ലൈറ്റ് ചൂടുണ്ടായാൽ മാത്രം മതി. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് മാത്രം ഞാനിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈസ്റ്റ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കിട്ടുമല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു മെത്തേഡ്, അതായത് നമ്മളിത് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻസ്റ്റന്റ് ആണെങ്കിൽ അപ്പം തന്നെ നമുക്ക് മൈദയൊക്കെ ചേർത്തിട്ട് കുഴച്ച് വെക്കാവുന്നേ ഉള്ളൂ മാവ്. പക്ഷേ ഇതിപ്പോൾ ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഫെർമെൻറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് മിനിമം ഒരു 10 മിനിറ്റെങ്കിലും അങ്ങനെ തന്നെ മാറ്റി വെക്കുക. പിന്നെ 10 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കണം, അത് അത്യാവശ്യം ഇങ്ങനെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഒരൊറ്റ മുട്ട മതി. മുട്ടയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ ബട്ടർ ചേർക്കുന്നുണ്ട്. അത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ല സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ പേരിന് മാത്രം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ആദ്യം 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഏകദേശം ഒരു 310 ഗ്രാം പൊടി ഉണ്ടാവും കേട്ടോ. അപ്പം ആദ്യത്തേത് ഒരു 250 ഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 60 ഗ്രാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് സിനമൻ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ഒരു മണം ഉണ്ടാവും. പിന്നെ നമ്മൾ കടയിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. അതില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അൺസോൾട്ടഡ് അല്ല, സോൾട്ടഡ് ബട്ടറാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ടാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പോൾ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ബിക്കോസ് മൈദയാണ്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും. പക്ഷെ നമ്മളത് കുഴക്കും തോറും അത്യാവശ്യം സോഫ്റ്റായിട്ട് വരും. ആദ്യം ഒന്ന് ബൗളിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നീട് നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് വലിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം അല്ലെങ്കിൽ എത്ര നേരം നമ്മൾ കുഴക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഡോനറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ, മടി പിടിക്കാൻ പാടില്ല. ഇതായപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് വലിച്ച് കുഴക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ഒട്ടിപ്പിടിക്കും, പക്ഷെ പയ്യെ അത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടിക്കോളും. അഥവാ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് വീണ്ടും കുഴച്ചുകൊണ്ടിരിക്കുക. കുറച്ചധികം സമയം കഴിയുമ്പം ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു വന്ന് തുടങ്ങും. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് മാവ് ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൊടി ചേർത്തിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഡോ കിട്ടിക്കോളും. അങ്ങനെ പൊടി ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. മിഡിലിൽ പൊടി ചേർത്താലും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുവേ. ഇതിപ്പോൾ ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നല്ലതുപോലെ കുഴച്ചെടുത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചിട്ട് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മാവ് പൊങ്ങുന്നതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് നന്നായിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ലൈറ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. അധികം സമയം ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കമ്പൈൻ ആയി കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസി വേ എന്ന് പറയുന്നത് ഒന്ന് പരത്തിയതിന് ശേഷം ഒറ്റയടിക്ക് ഒരു 3-4 ഡോണറ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഇത് ഈക്വലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ആ മാവ് ഒരു ആദ്യം ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നീട് അതിൽ നിന്ന് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 10 ഡോണറ്റ് കിട്ടിയിട്ടുണ്ട്. 10 ഡോണറ്റിൻ്റെ മാവ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റായിട്ടൊന്ന് പരത്തി ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അത്യാവശ്യം തിക്കായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തഡും ഫോളോ ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഒരു 2-3 ഡോണറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതാകുമ്പോൾ ഓരോ ഡോണറ്റായിട്ട് നിങ്ങൾ
പരത്തിയെടുക്കാൻ പോവാണ്. ഇത് ആദ്യം ഞാൻ എങ്ങനെ മാവ് ഉരുട്ടിയെടുത്തെന്ന് കണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഡോനറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൈ കൊണ്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം അമർത്തി പ്രസ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ എല്ലാ സൈഡും ഈക്വലായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിതിന് ചപ്പാത്തി റോളിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പരത്തി കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സൈസ് ഈക്വലായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നമ്മുടെ കുപ്പിയുടെ മൂടി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ നടുക്കലത്തെ ആ ഒരു പീസ് കട്ടായി കിട്ടിക്കോളും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അടപ്പിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താലും മതി. അടപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ബോർഡറിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡോണറ്റിൻ്റെ ഷേപ്പാക്കി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലൈറ്റായിട്ട് കൈ കൊണ്ട് സൈഡിൽ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കാം. അതേപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ചെയ്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ വെക്കണം. എന്നാലേ വീണ്ടും അത് ഡബിൾ സൈസ് ആവത്തുള്ളൂ. സൈസ് ഡബിൾ ആവണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ, ഈ മാവ് ഡബിൾ സൈസ് ആവാൻ എത്ര സമയം എടുക്കുന്നുള്ളത്. ഇവിടെ ആകുമ്പോൾ ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡബിൾ ആക്കി കിട്ടി. അതൊരു ഞാൻ ആദ്യത്തെ മാവ് ഇങ്ങനെ പരത്തിയതിന് ശേഷം ലാസ്റ്റ് എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ പരത്തിയത് നല്ല ഡബിൾ ആയിട്ടുണ്ടായിരുന്നു സൈസ്. അപ്പോൾ അരമണിക്കൂർ പോലും എടുത്തിട്ടില്ല. അതിന് മുന്നേ തന്നെ സൈസ് ഡബിളായി കിട്ടിയിട്ടുണ്ട്. അതായിപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് വൺ ഇതായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇതിപ്പം ഫ്രൈ ചെയ്യാനുള്ള പരുവായി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ഓൾമോസ്റ്റ് സൈസ് എല്ലാം ഡബിളായി വരുന്നുണ്ട്. അപ്പോൾ അധികം സമയം എടുത്തിട്ടില്ല എനിക്ക്. അതേപോലെ തന്നെ ഇത് പൊന്തി വരാനും അധികം സമയം എടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ മേടി ഡിപ്പെൻഡ് ആക്കി കിട്ടും എത്ര സമയം എടുക്കും എന്നുള്ളത്. അത് അവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഷുഗർ ഡോണറ്റ് മാത്രമാണ്. ചോക്ലേറ്റ് ഡോണറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഷുഗർ ഡോണറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷുഗർ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ അധികമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു സൈഡ് മാത്രം ഡിപ്പായി കിട്ടുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എണ്ണ ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു ഡോനറ്റ് വെറുതെ അല്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ബട്ടർ പേപ്പർ ആയതുകൊണ്ട് തന്നെ കരിയത്തില്ല, നമുക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് മാവ് ഒന്ന് പൊടിയൊന്ന് തടവിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ എടുത്തിടാം. അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അതല്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് കൈ കൊണ്ട് ഈ ഒരു ഡോനറ്റ് എടുത്തിടാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ മാവ് ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് തൂവിയതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു സൈഡ് ഫ്രൈ ആകുമ്പം തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒരു ഒന്നോ രണ്ടോ തവണ അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേക്കും രണ്ട് സൈഡും നല്ല ബ്രൗൺ, അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. ആ സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഓവറായിട്ട് ചൂടാവാൻ പാടില്ല. കാരണം ഇപ്പോൾ പൂരിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയ ഡോണറ്റ് ഉണ്ടല്ലോ, കുറച്ച് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഷുഗറിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടോട് കൂടിയാണ് ഡിപ്പ് ചെയ്യുന്നെങ്കിൽ ഷുഗർ മെൽട്ട് ആവും. അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവില്ല. അതേപോലെ ഭയങ്കര സ്വീറ്റ് ആയി പോകും ഡോനറ്റ്. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം ഷുഗറിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതേപോലെ ചോക്ലേറ്റിലായാലും തണുത്തതിന് ശേഷം മാത്രം ഡിപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കോട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഒരു 3-4 ഡോണറ്റ് ഞാൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് ചൂടായിരിക്കണം എണ്ണ ഓവർ ചൂടാവാൻ പാടില്ല. പിന്നെ കയ്യിൽ പൊടി തേക്കാൻ മറക്കരുത്. എന്നാലേ ഡോനറ്റ് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ബട്ടർ പേപ്പറിൽ നിന്നായാലും പ്ലേറ്റിൽ നിന്നായാലും. അങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മാത്രം ഷുഗർ ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷുഗർ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആണ്, ഒപ്പം നമ്മുടെയും ഫേവറേറ്റ് ആണ്. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.